ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, വിശുദ്ധ അറിയിച്ച സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ അവിടെ നിന്നും പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്രാ, എന്നെ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വിജാതിയായ ഒരു സ്ത്രീ, യഹൂദയല്ലാത്ത ഒരു സ്ത്രീ, യഹൂദ റബ്ബിയായ പ്രവാചകനായ ഈശോയുടെ പക്കലെത്തി വലിയൊരു അനുഗ്രഹം തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് വാങ്ങിച്ചെടുക്കുന്ന സംഭവം. ഈശോയുടെ ജീവിതത്തിൽ, ഈശോയുടെ സ്വഭാവത്തിന് ഒട്ടും ചേരുന്നതല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെയുള്ള ചില പെരുമാറ്റങ്ങൾ ഇവിടെ ഈശോ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവൾ പുറകെ വന്ന് അപേക്ഷിക്കുമ്പോൾ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ വന്ന് അഭ്യർത്ഥിക്കുകയാണ്, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. പുറകെ നിലവിളിച്ചുകൊണ്ട് അവൾ വരുന്നത് ശിഷ്യന്മാർക്ക് പോലും കേട്ടിട്ട് നൊമ്പരം തോന്നുകയാണ്. ഈശോയ്ക്ക് അതിനേക്കാളും നൊമ്പരം ഉണ്ട്. അവളുടെ അവസ്ഥ, അവളുടെ വീട്ടിലെ കുഞ്ഞിൻ്റെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. എന്നിട്ടും ഈശോ ഒരു പരിഗണന കാണിക്കാതെ നീങ്ങുകയാണ്. അത് ഒരിക്കലും ഈശോയുടെ ഭാഗത്തുനിന്നൊരു അവഗണനയല്ല, ക്രൂരതയല്ല, നമുക്കറിയാം. മറിച്ച് അതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ അവളെ ഈ അപമാനത്തിലൂടെ, നിസ്സഹായതയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയാണ്. ദൈവം തനിക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സഹനത്തിലൂടെ മറ്റു പലർക്കും അനുവദിക്കുന്നതിനപ്പുറം കടന്നു പോകാൻ അനുവദിക്കാറുണ്ട്. ലാസറിൻ്റെ, ബേഥന്യായിലെ ലാസറിൻ്റെ കുടുംബം നമുക്കറിയാം. യോഹന്നാൻ 10 നമ്മൾ വായിക്കുന്നുണ്ട്. ലാസർ രോഗബാധിതനായി മരണത്തിൻ്റെ വക്കിലെത്തി. ഈശോ വീട്ടിൽ പലപ്പോഴും ചെല്ലുന്നതാണ്. ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയെന്ന് അവകാശത്തിൽ അവർ പറയുന്നു, അത് അവർക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മുഴുവൻ ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ആ നാളുകളൊക്കെ ഈശോ വീട്ടിൽ ചെല്ലുമ്പോൾ സൗഖ്യം കൊടുക്കാതെ കടന്നുപോയി. അവസാനം മരണത്തിന് മുമ്പ് ഈശോ വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴും തീർച്ചയായിട്ടും ചെന്നിട്ടുണ്ടാവണം. മരണാസന്നമായ അവസ്ഥയിലേക്ക് ലാസ്റ്റ് വരുന്ന കണ്ടിട്ട് പോലും ഈശോ സൗഖ്യപ്പെടുത്താതെ കടന്നു പോകുന്നു. ആ സഹോദരന്മാർക്ക് ലാസറിന് പോലും ഇച്ഛാഭംഗമാണ്, എന്തുകൊണ്ട് അവന് സൗഖ്യം തരാത്തതെന്ന്. അങ്ങനെ അവസാനം നമുക്കറിയാം, മരണം അത്യാസന്നമാകുമ്പോൾ ഈ സഹോദരന്മാർ ഈശോയുടെ പക്കലേക്ക് ആളെ വിടുന്നു. ഈശോ അത് വിവരം പറഞ്ഞ് വന്നേക്കാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്ന ദൂതനെ. എന്നിട്ടും പോകുന്നില്ല. 4 ദിവസം കൂടെ അവിടെ താമസം നമ്മൾ വായിക്കുകയാണ് യോഹന്നാൻ 11. അതിൻ്റെ കാരണം അവിടെ ഈശോ അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, ലാസർ മരിച്ചു, ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, നിങ്ങളെ ഓർത്ത്. ദൈവമഹത്വത്തിനോട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് തമ്പുരാന് വിശ്വസിക്കാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ അവരാവശ്യപ്പെട്ടപ്പോൾ ഓടി ചെന്നില്ല. അങ്ങനെ ചെല്ലാതിരുന്നിട്ട് മരിച്ചു, ചെന്നില്ല. അടക്കി, ചെന്നില്ല. 4 ദിവസം കഴിഞ്ഞ് ചെല്ലുകയാണ്.
ഈശോയ്ക്ക് ആ സഹോദരന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് നല്ല ഉറപ്പാണ്. ആ ഉറപ്പില്ല എങ്കിൽ അവരുടെ വിശ്വാസം അത്ര സ്ട്രോങ് അല്ലായിരുന്നെങ്കിൽ ഈ 4-ാം ദിവസം ഈശോ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുമ്പം അവരിറങ്ങി വരികയല്ല. ചിലപ്പോൾ ഒരു കല്ല് പെറുക്കി എറിയും. ഇനി എന്നാ കാണിക്കാനാണ് നീ വന്നിരിക്കുന്നത്? പെടുത്താൻ പറ്റുമ്പം നീ വന്നില്ല. മരിച്ചിട്ട് അടക്കുന്നതിന് മുമ്പെങ്കിലും വന്നായിരുന്നെങ്കിൽ, ഇനി അടക്കി അന്ന് തന്നെ വന്നിരുന്നെങ്കിൽ, കല്ലറ തുറന്നെങ്കിലും ഒരിപ്പിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധമായി കഴിഞ്ഞപ്പോൾ ഇനി നീ എന്നാ കാണിക്കാനാണ് വന്നിരിക്കുന്നത്? എനിക്ക് അവനെ കാണണ്ട എന്ന് മർത്തായോ മേരിയോ ഒക്കെ പറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്ര ദുർബലമായ വിശ്വാസവും സ്നേഹവും അവരിലുണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ സൗഖ്യം കൊടുത്തേനെ. പക്ഷേ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം, ഈശോയ്ക്ക് സ്നേഹത്തിൻ്റെ ഉറപ്പ് ഈശോയ്ക്ക് അതുപോലെ ബോധ്യപ്പെട്ടതായിരുന്നു കൊണ്ട് അവരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും വിശ്വസിക്കാം എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു കൊണ്ടാണ് ആ ഒരു സഹനത്തിലൂടെ ആ സഹോദരിമാരെയും ഒപ്പം ലാസറിനെയും മരിക്കുകയാണ്, മരണത്തിലേക്ക് പോലും വിടാനായിട്ട് ഈശോ തയ്യാറാകുന്നില്ല, തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു വശം ഇവിടെയുണ്ട്. കാനാൻകാരി സ്ത്രീ വിജാതിയാണ്, പക്ഷെ അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം. അതാരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈശോ ഈ അവഗണന അവന് തോന്നുന്ന പോലെ പെരുമാറ്റം കാണിച്ചുകൊണ്ട് പോകുന്നത്. ശിഷ്യന്മാർ അത് മനസ്സിലാക്കാതെ വന്ന് പറയുകയാണ്, കർത്താവ് നിലവിളിച്ചുകൊണ്ട് വരുന്നല്ലോ, അവളെ പറഞ്ഞയക്കുക. അപ്പോൾ പോലും ഈശോ അവിടെ നിനക്ക് തിരിയുന്നില്ല. ഇവരോട് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രം അയക്കപ്പെട്ടിരിക്കുന്നത്. അതവൾ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾ മുന്നോട്ട് കടന്നു വരികയാണ്. വന്നിട്ട് ഈശ്വര പ്രണമിക്കുകയാണ്. അതുവരെ പിന്നാലെ വന്നായിരുന്നു. ഇപ്പോൾ ഈശ്വര മുമ്പിലേക്ക് വന്നു. വഴി തടഞ്ഞെന്ന പോലെ മുമ്പിൽ വന്നൊരു പക്ഷെ മുട്ടുകുത്തി കുമ്പിട്ട് നിൽക്കുകയാണ്. ഈശോയ്ക്ക് പോകത്തില്ല. അത്രയും തടഞ്ഞ് എന്ന പോലെ നിന്നിട്ട് അവൾ പറയുകയാണ്, കർത്താവേ എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. അപ്പോൾ ഈശ്വര മറുപടി നമുക്കറിയാം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. നായ്ക്കൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായയാണെങ്കിൽ അതിന് ഒരിക്കലും നമ്മൾ ഭക്ഷണം എറിഞ്ഞു കൊടുക്കാറില്ല. അതിന് ഉള്ള പാത്രത്തിൽ ഭക്ഷണം വെച്ച് അടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കും. സ്നേഹത്തോടെ അവിടെ നിൽക്കും. അത് ഭക്ഷണം കഴിക്കുന്ന ആസ്വദിക്കും. അതാണ് നമ്മൾ സ്നേഹിക്കുന്ന വളർത്ത് നായയെ കൈകാര്യം ചെയ്യുന്ന രീതി. ഇത് എറിഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു തെരുവ് പട്ടി, ഒരു പുറം പട്ടി, ഒരു കില്ലപ്പട്ടി അതിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ പോലും ഇല്ലെന്ന് ഈശോ പറയുന്നത്. മക്കൾക്കുള്ള അപ്പമെടുത്ത് അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന പോലെ ശരിയല്ല. അപ്പോൾ എത്രയോ അധികമായിട്ടാണ് ഈ സ്ത്രീയുടെ അഭിമാനത്തെ ഈശോ അവിടെ ഒരു ഇത് പറഞ്ഞാൽ അവഗണിക്കുന്നത്, മുറിപ്പെടുത്തുന്നത്, ചവിട്ടി തൂക്കുന്നത്. പക്ഷേ ഈശോയ്ക്ക് അറിയാം ആ സ്ത്രീയുടെ ഉള്ളിൻ്റെ വിശ്വാസം, പ്രത്യാശ, ഉറപ്പ്, വിശ്വാസത്തിൻ്റെ ആഴം. മഴയൊക്കെ പെയ്ത് പണ്ട് കപ്പയൊക്കെ ഇടുന്ന നാളുകളിലെ കപ്പ ഇടുന്നവർക്കറിയാം, നല്ലപോലെ വേനൽമഴ പെയ്ത് മണ്ണ് ആഴത്തിൽ നനഞ്ഞ് വെള്ളം കുതിർന്നിറങ്ങി കഴിയുമ്പോഴേ കപ്പയിടുകയുള്ളൂ. മഴ പെയ്തോ എന്ന ആൾക്കാരൊക്കെ അന്ന് ചോദിക്കുമായിരുന്നു. മഴ പെയ്തു, പക്ഷേ കപ്പയിടാറായില്ല. പലപ്പോഴും പറഞ്ഞ മറുപടി അതാണ്, കപ്പയിടാറായില്ല എന്ന് വെച്ചാൽ ആഴത്തിൽ വെള്ളം കുതിർന്ന് മണ്ണിലേക്ക് ഇറങ്ങിയത്. തൂമ്പായ്ക്ക് ഒന്ന് കളച്ചാൽ അടിയിൽ പൊടിമണ്ണ പൊങ്ങി വരും, ഉണക്കമണ്ണ പൊങ്ങി വരുള്ളൂ. അപ്പോൾ കളച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഈശോ ഈ സ്ത്രീയുടെ ചങ്ക് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ജീവിതത്തെ ആഞ്ഞു കളയ്ക്കുകയാണ്. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം ആഞ്ഞു കളച്ച് മറിക്കുകയാണ്. എത്ര ആഴത്തിൽ കളച്ചാലും അവളുടെ ഉള്ളു ജീവിതം വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ നനവുള്ളതായിരിക്കും ഈശോയ്ക്ക് ഉറപ്പാണ്. അവിടെ ഈശോ അങ്ങനെ അവിടെ പെരുമാറുക. ആ സ്ത്രീ ഈ പരിഹാസവാക്ക് കേട്ടിട്ട് നമുക്കറിയാം, അവിടെ വായിന്ന് വരുന്ന വാക്ക് 27-ാം വാക്യം മത്തായി 15 അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അത്രയും അപമാനവും അവഗണനയും വന്നിട്ട് പോലും പരസ്യമായിട്ട് ഈ 12 അപ്പസ്തലന്മാർ, വലിയ പുരുഷന്മാർ, ചേട്ടന്മാർ അവിടെ നിൽക്കുക. അവിടെ മുന്നേ വെച്ച് പരസ്യമായിട്ട് പൊതുവഴിയിൽ ചിലപ്പോൾ അവിടെ നാട്ടുകാരിൽ പോകുന്നവരുണ്ടാവും, അവരും കേൾക്കപ്പോലും ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടും അവൾ അരിശപ്പെട്ട് പടച്ചെണീറ്റ് പോകുന്നില്ല, നിൽക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ് വിടർന്ന കണ്ണുകളോടെ നിശ്ചയമായിട്ട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. നമ്മൾ വായിക്കുകയാണ് 28-ാം വാക്യം,
ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ദൂരെയുള്ള വീട്ടിൽ കിടക്കുന്ന പിശാചബാധയുള്ള പെൺകുട്ടിയെ ഇവിടെ നിന്ന് ഈശോ മൗനമായൊരു കമാൻഡ് കൊടുത്ത് സുഖപ്പെടുത്തുന്നു. ഇങ്ങനൊരു സംഭവം ബൈബിളിൽ ഇത് മാത്രമേ ഉള്ളൂ. ദൂരെയുള്ള പിശാചബാധനെ സുഖപ്പെടുത്തുന്നു, ബഹിഷ്കരണം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സൗഖ്യം കിട്ടിയ ആ മകള് എത്രയോ ഭാഗ്യമുള്ളവളാണ്. അവളുടെ ഭാഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയാമോ? ഈശോ സൗഖ്യം കൊടുക്കുന്നുള്ളതല്ല. ഈശോ വിടുതൽ കൊടുത്ത മറ്റു സംഭവങ്ങൾ വേറെയുണ്ട്. ഇതിനേക്കാൾ വലിയ ശക്തമായി വിടുതൽ കിട്ടിയ ആൾക്കാരൊക്കെ ബൈബിളിലുണ്ട്. ലഗിയോൻ കയറിയ 2000 പന്നിക്കൂട്ടത്തിന് പോലും താങ്ങാൻ പറ്റാത്ത പോലെയുള്ള പിശാചി സാന്നിധ്യം ഉണ്ടായിരുന്ന ആ വ്യക്തി പോലും സുഖപ്പെടുന്നതൊക്കെ വലിയ സംഭവങ്ങളാണ്, വലിയ വിടുതലാണ്, എത്രയോ അത്ഭുതകരമായ ഇടപെടലാണ്. ഒരു നാട് മുഴുവൻ, പട്ടണം മുഴുവൻ അതിന് പുറകെ എത്തുകയാണ്. അവിടെ ലൂക്കാ 8-ലും മാർക്കോസ് 5-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന വിടുതലിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് അത്രയും തിളക്കമുള്ളതും ആഘോഷമുള്ളതൊന്നുമല്ല. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഈ വിടുതൽ തീർച്ചയായിട്ടും ആണ്. എന്നാൽ അതിലുപരി ഈ പെൺകുട്ടിയുടെ വലിയ ഭാഗ്യം ഇതുപോലെ വിശ്വാസമുള്ള, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു അമ്മ അവൾക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരമ്മ ഇല്ല. ഇങ്ങനെയുള്ള അമ്മ ഇല്ലാത്തത് കൊണ്ട് ബന്ധനങ്ങളിലും തകർച്ചകളിലും നിസ്സഹായതകളിലും ആഴപ്പെട്ട് കുഴങ്ങുന്നവർ, അല്ലെങ്കിൽ തീർന്നു പോകുന്ന കുഞ്ഞുങ്ങൾ എന്ന് മാത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലും നമ്മൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട്. അതൊരു അപ്പനാണ്. അത് മനോഹരമാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഈശോ രൂപാന്തരപ്പെട്ട് മലമുകളിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പം താഴെ അപ്പസ്വരന്മാരുടെ വാക്കിൽ കുഞ്ഞിനെയും കൊണ്ട് വരുന്ന സംഭവം നമുക്കറിയാം. 14 മുതലുള്ള വാക്യങ്ങളിൽ ഈ അപ്പൻ വന്നു. ഈ കൊച്ചുനാൾ മുതലേ ഈ മകനെ പിശാചി പീഡിപ്പിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, കൊച്ചുനാൾ മുതലേ ആ തീയിൽ വീഴിക്കുന്നു, വെള്ളത്തിൽ ഉന്തിയിടുന്നു, നശിപ്പിക്കാൻ നോക്കുന്നു. അപ്പോഴെല്ലാം ഈ കുഞ്ഞിനെ സംരക്ഷിച്ച് അപ്പം വരികയാണ്. ഇപ്പോൾ വർഷങ്ങളായി ഈ കുഞ്ഞിനെ ഇനി കൊണ്ടുപോകാൻ സ്ഥലമില്ല. അപ്പോൾ ഈശോയെ പറ്റി കേൾക്കുന്നത്, ഈശോയുടെ വിശ്വാസം അത് വെച്ച് ഈ അപ്പൻ ഈ കുഞ്ഞിനെ കൊണ്ട് വരികയാണ് ഈശോയുടെ പക്കലേക്ക്. അപ്പം പക്ഷേ വരുമ്പോൾ ആദ്യം നമുക്കറിയാം ശിഷ്യന്മാരുടെ പക്കലായി എത്തുന്നത്. ശിഷ്യന്മാർക്ക് അവരാഗ്രഹിച്ചിട്ടും ഈശോ കൊടുത്ത കൃപയുണ്ടായിരുന്നിട്ടും സുഖപ്പെടുത്താൻ പറ്റിയില്ല. നമ്മളത് പിന്നെ ഈശ്വര വാക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. സാധാരണ മറ്റ് വിടുതൽ ശുശ്രൂഷകളിൽ വിജയിച്ച പോലെയുള്ള ഒരു ഒരുക്കം പോരാ, പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രമേ ഇതിനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈശോ പറഞ്ഞ് ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ശിഷ്യന്മാരുടെ പക്കൽ ഈ മനുഷ്യനെത്തി, അവർക്ക് അവനെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഈ അപ്പൻ പോയില്ല, ശിഷ്യന്മാരെ പഴിച്ചുമില്ല, അവിടെ നിൽക്കുകയാണ്. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക, ഇറങ്ങി വരട്ടെ, ഇറങ്ങി വന്ന് കർത്താവിനെ കണ്ടിട്ടേ പോകുള്ളൂ. ജനങ്ങളെല്ലാം പല കമൻറ്റ് പറയുന്നുണ്ട്, വലിയ ആൾക്കൂട്ടം നിൽക്കുന്നവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ നിന്നു, ഈശോ ഇറങ്ങി വന്നു. അപ്പോൾ വന്നൊരു ഈ കാര്യം അപ്പം പറയുകയാണ്, കർത്താവ് ഇതാ പിന്നെ മോൻ്റെ അവസ്ഥ. എത്ര നാളായി തുടങ്ങിയിട്ട് ചോദിക്കും. 20-ാം വാക്യം, ഈശോ അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈശോ ചോദിക്കുകയാണ്. ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, അവിടത്തേക്ക് എല്ലാം അറിയാം. എങ്കിലും ദൈവം മനുഷ്യനായിട്ട്, പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കുന്നു, പൂർണ്ണ മനുഷ്യനെ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെതായ പല പരിമിതികളും ഈശോയ്ക്കുണ്ട്. പലപ്പോഴും അത് വ്യക്തമാണ്. എന്നോട് ചോദിക്കുകയാണ്, എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈശോ അത് ഭംഗിവാക്ക് പറയുന്നതല്ല, ചുമ്മാ ഒരു അറിയത്തില്ല എന്ന് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ലാസറിൻ്റെ കബറത്തിൽ ഈശോ ചെല്ലുമ്പോഴും യോഹന്നാൻ 11 ഈശോ ചോദിക്കുന്നുണ്ട്, അവനെ എവിടെ അടക്കിയിരിക്കുന്നത്? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഈശോയ്ക്ക് അത് അറിയത്തില്ല. അപ്പോൾ മാനുഷികമായ പൂർണ്ണ മനുഷ്യനായിട്ട് ഈശോ ജീവിക്കുമ്പം ചില അവസരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആ മാനുഷിക പരിമിതികൾ ഈശോയിൽ പ്രകടമായിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ചെറുപ്പം മുതലേ. എന്നിട്ടാണ് പറയുന്നത്, തീയിലും വെള്ളത്തിലൊക്കെ വീഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിനക്ക് കരുണ തോന്നി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായിക്കണേ എന്ന് ഈ അപ്പം പറയുകയാണ്. അപ്പോൾ ഈശ്വര മറുപടി നമുക്കറിയാം, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും.
ഇവിടെ ഇതേപ്പറ്റി ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയും, ഈ വിശ്വസിക്കുന്നവന് എന്നുള്ളത് ആരെപ്പറ്റി ഈശോ പറയുന്നത്? ഒരു പക്ഷേ അത് ഈ അപ്പൻ, അങ്ങനെയാണ് അപ്പൻ എടുക്കുന്നത്. അപ്പന് ഓർത്തത് അപ്പന് വിശ്വാസം കുറവായിട്ടാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ കാരണം തോന്നി സഹായിക്കണേ എന്നാണ് മനുഷ്യൻ പറഞ്ഞത്. അപ്പം ശിഷ്യന്മാർക്ക് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഗുരുവിന് പറ്റുമോ എന്നറിയത്തില്ല എന്നുള്ള ചിന്ത തൻ്റെ ഉള്ളിൽ കയറുന്ന പോലെ അപ്പന് ഈശ്വരൻ മറുപടി കേൾക്കുമ്പോൾ തോന്നുകയാണ്. അതുകൊണ്ടാണ് അപ്പന് ഉടനെ കുറ്റപിതാവ് വിളിച്ചു പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്നാ മനുഷ്യൻ ഉത്തരം കൊടുക്കുകയാണ്, വിളിച്ചു പറയുകയാണ്. അപ്പം വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പം അപ്പനത് തിരിഞ്ഞത് തൻ്റെ വിശ്വാസം പോരാ എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു അർത്ഥം അവിടെ ഉണ്ട്. അത് വചനം പങ്കുവെക്കുന്ന കാര്യം തന്നെയാണത്. അതേസമയം 19-ാം വാക്യത്തിൽ ശിഷ്യന്മാരുടെ പക്കൽ ഇവനെ കൊണ്ടുവന്നിട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റിയില്ല എന്ന് കാണുമ്പോൾ ഈശോ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. ഈശോ പറഞ്ഞു, പതിവച്ച് വിശ്വാസമില്ലാത്ത തലമുറയെ എത്തുന്ന നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് സാധിച്ചില്ല ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവ് കൊണ്ട് എന്നൊരു സൂചന അവിടെ വരാം. നിങ്ങളുടെ വിശ്വാസം പോരാ, പ്രാർത്ഥന ഉപവാസവും കൊടുത്ത് വേണം, അങ്ങനെ സൂചന അതിനുണ്ട്. ഒപ്പം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ അത് കൂടുതൽ മനോഹരമാണ്. വിശ്വസിക്കുന്നവന് എന്ന് സാധിക്കും എന്ന് പറയുമ്പം ഈശോ അത് തന്നെപ്പറ്റി തന്നെ പറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോയ്ക്ക് ദൈവത്തിന് വിശ്വാസമുണ്ട്, അതുകൊണ്ട് തനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വസിക്കുന്നവന് എന്ത് സാധിക്കും? ഇവിടെ കൊണ്ടുപോകാം കുഞ്ഞിനെ, ഞാൻ അതിനെ ഇറക്കി വിട്ട് സൗഖ്യപ്പെടുത്തരാം, തന്നെപ്പറ്റി തന്നെ പറയുന്നതായിട്ടും. ഇത് മൂന്നും നമുക്ക് ആത്മീയമായിട്ട് വെളിച്ചം തരേണ്ട വ്യാഖ്യാന ചിന്തകൾ തന്നെയാണ്. അങ്ങനെ ഈ അപ്പൻ ഈശ്വര പക്കലേക്ക് മോനെ ചേർത്ത് വെക്കുന്നു. നമുക്കറിയാം പിശാചനെ ഈശോ ശാസിക്കുകയാണ്. മോഹനും ബധിരനുമായ ആത്മാവ് നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനൊന്നും വിട്ടുപോവുക, ഇന്നൊരിക്കലും പ്രവേശിക്കരുത്. ഉടനെ അവനെ ഉരുട്ടി മറിച്ചിട്ട് നൊരയും പതയും പുറപ്പെടുവിച്ച് കൊച്ചു മരിച്ചവനെ പോലെയായി പിശാചി വിട്ടുപോയി സൗഖ്യം വരികയാണ്. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞും ഒരു ഭാഗ്യപ്പെട്ട കുഞ്ഞാണ്. ഇങ്ങനത്തെ ഒരു അപ്പനെ കിട്ടി. ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകണമെന്ന് അപ്പനറിയാം, എങ്ങനെ ചെല്ലണമെന്നറിയാം. ഈശ്വര പക്കൽ ആ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് സൗഖ്യം കിട്ടുന്നിടം വരെ ആ അപ്പനാണ് കെഞ്ചുന്നത്, ആ അപ്പനാണ് മുട്ടമേ നിൽക്കുന്നത്, ആ അപ്പനാണ് നിലവിളിക്കുന്നത്. തൻ്റെ പോരായ്മ പരിശോധിച്ചറിഞ്ഞിട്ട് തിരുത്താൻ നോക്കുകയാണ്. തനിക്ക് വിശ്വാസക്കുറവാണോ എന്ന് ചിന്ത വന്നപ്പം ഞാൻ വിശ്വസിക്കുന്നു വിളിച്ച് പറയുകയാണ്. വിശ്വസിക്കുന്നു വിളിച്ച് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് ഇവിടെ ചിന്ത വരുന്നുണ്ട്, വേണ്ടവരെ വിശ്വാസം ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. എന്തിനു വേണ്ടിയിട്ട്? കുഞ്ഞിന് വേണ്ടിയിട്ട്. ഈ കുഞ്ഞിന് വേണ്ടി തൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്, അതിനുവേണ്ടി യാചിക്കുകയാണ്. ഇതാണ് ആ മോൻ്റെ വലിയ ഭാഗ്യം. ഈശോ അന്ത്യത്താഴ പ്രാർത്ഥനയിൽ യോഹന്നാൻ 17 പ്രാർത്ഥിച്ച് വരുമ്പോൾ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് എന്താ തന്നിൽ വിശുദ്ധീകരിക്കാനുള്ളത്? എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും പാപമുണ്ടോ? എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? ഈശോയെ ഇനി കൂടുതൽ ഒന്നും ശുദ്ധീകരിക്കാനില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, കളങ്കമില്ലാത്ത കുഞ്ഞാടാണ്. പിലാത്തോസ് പോലും പറഞ്ഞു, ഇതാ മനുഷ്യൻ, ഒരു കുറ്റം ഞാൻ കാണുന്നില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്തിനു വേണ്ടി? ഇവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. സത്യത്താൽ ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ ഈ പ്രാർത്ഥനാ ഭാഗം ചേർത്തിരിക്കുന്നത്. നമ്മളുടെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ വിടുതലിലേക്ക് വരാതെ, ദൈവരാജ്യ അനുഭവത്തിലേക്ക് തെളിഞ്ഞു വരാതെ കിടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, വിഷമിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, നിസ്സഹായതപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ വിശുദ്ധീകരണമാണ്, നമ്മുടെ തന്നെ വിശ്വാസ വളർച്ചയാണ്, നമ്മുടെ തന്നെ പ്രാർത്ഥനയുടെ നിലവിളി കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ 2 കുഞ്ഞുങ്ങളെ കാണുകയാണ്. ഒന്നൊരു പെൺകുട്ടി, മറ്റൊരു ആൺകുട്ടി. പെൺകുട്ടിയുടെ അമ്മയെ കണ്ടു, ആൺകുട്ടിയുടെ അപ്പനെ കണ്ടു. ഞാൻ സൂചിപ്പിച്ചു, ഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ. എന്താണ് ഭാഗ്യം? ഈശോയുടെ സ്പർശനം കിട്ടി, വിടുതൽ കിട്ടി, തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ വലിയ ഭാഗ്യം നമ്മൾ സൂചിപ്പിക്കുകയായിരുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ഈ അമ്മയാണ്, ഈ അപ്പനാണ്. ഇങ്ങനെയുള്ള ഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ?
നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഒരിക്കൽ ധ്യാനം കൂടാനായിട്ട് വന്ന ഒരു കുടുംബം, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 3 വയസ്സുള്ള കൊച്ച്, അതിൻ്റെ ഇളയ കൊച്ചൊരു 1.5 വയസ്സ് പെൺകൊച്ച്. ഈ അപ്പനും അമ്മയും കൂടെ ധ്യാനത്തിനായിട്ട് വന്നു. അതിന് മുമ്പ് തന്നെ വന്നപ്പം അവർ പറഞ്ഞു, ഈ പെൺകുട്ടി ശാഠ്യക്കാരിയാണ്, ശാഠ്യം പിടിച്ച് കരയും, അത് രാത്രി പകലൊന്നും ഇല്ലാതെ കരയും, എന്ത് വന്നാലും എന്ത് ചെയ്താലും ഈ കാര്യത്തിൽ നിർത്തിക്കല, ഭയങ്കര ശാഠ്യക്കാരി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല, മണിക്കൂറുകൾ ഇങ്ങനെ രാത്രി പകല കാര്യം. അത് കേട്ടപ്പോൾ എനിക്ക് അത്ര തിരിഞ്ഞില്ല. എങ്കിലും ഞാൻ അവിടെ മറ്റു ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ധ്യാനം കൂടാനായിട്ട് വന്നേ. അച്ഛൻ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൊണ്ട് ധ്യാനിപ്പിക്കുകയല്ല, രാത്രി ഉറക്കുകയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോകാം. അവർ വന്നു. ആദ്യത്തെ ദിവസം രാത്രി തന്നെ സ്ത്രീകൾ കിടക്കുന്ന ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടി, ഈ കൊച്ച് രാത്രി കിടന്ന് കാറിച്ച വാശി പിടിച്ച് കരയുകയാണ്. അങ്ങനെ കാറിയിട്ട് ആ തള്ളയ്ക്ക് അവിടെ കിടക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, തന്നെ കിടത്തുകയില്ല, അവിടെ കിടന്ന് എല്ലാവരെയും ഉണർത്തി പതിരായിക്ക്. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് പുരുഷന്മാരുടെ സെക്ഷനിൽ വന്ന് തട്ടിമുട്ടി വിളിച്ച് ഈ അപ്പനെ കാണണം, കൊച്ചിന് അപ്പൻ്റെ അടുത്ത് കിടക്കണം. ഈ പുരുഷന്മാരുടെ ആ സെക്ഷൻ മുഴുവൻ അവരെല്ലാവരും രാത്രി ഉറക്കം നിറയേണ്ടി വന്നു. ഈ കൊച്ചു എന്നിട്ട് കാറിച്ച അങ്ങനെ ഉറക്കമെല്ലാം പോകേണ്ടി വന്നുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ സംഭവം അറിയുന്നത്. പിറ്റേ ദിവസം പിന്നെ അവരെ ഞാൻ കുറച്ച് മാറി പുറത്തുള്ള ഒരു താമസ സ്ഥലത്ത് താമസം ക്രമീകരിച്ചു. കാരണം അല്ലാതെ പറ്റുകയില്ല. ടോക്ക് നടക്കുമ്പോൾ ഈ കുഞ്ഞ് കിടന്ന് വിട്ട് കാറുകയാണ്. വാശി പിടിച്ച് കരഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന അപ്പനെ ഇറക്കിക്കൊണ്ട് വരും. ഇറക്കാതെ സമ്മതിക്കുകയില്ല. ഈ അമ്മയെ അകത്ത് കയറ്റുകയില്ല. അമ്മ കൊച്ചിനെ കൊണ്ട് മുറ്റത്തിൽ നടക്കുകയാണ്. ടോക്ക് സമ്മതിക്കുകയില്ല. അങ്ങനെ നടന്ന് 2 ദിവസമായി. ഈ കുഞ്ഞ് ഇങ്ങനെ കരയുമ്പം ഞാൻ മൈക്കിലൂടെ ടോക്ക് കൊടുക്കുകയായിട്ട് പോലും ഞാൻ ശബ്ദം കൂട്ടി പറയേണ്ടി വരികയാണ്. അല്ല, ആൾക്കാർ കേൾക്കത്തില്ല. അതുപോലെ ഈ കൊച്ചിരുന്ന് കാറ് കാണും, അല്ലാത്ത കാറിച്ച. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവസാനത്തിൻ്റെ ദിവസമായി ഈ സ്ത്രീ ഈ കൊച്ചിനെ കൊണ്ട് കൊച്ചിനെ കൊണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ വന്നപ്പം ഈ സ്ത്രീ പൊട്ടി തകർന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, പല ധ്യാനം പോയി കൂടി കുറേ നാളുകളായിട്ട് കഷ്ടപ്പെടുകയാണ് അച്ഛാ, ഇത് കരച്ചിട്ട് ഒരു മാറ്റവും എനിക്ക് ധ്യാനിക്കാനും പറ്റുന്നില്ല, കേടാനും പറ്റുന്നില്ല. ഞാൻ അവിടെ തല കഴിച്ച് പറഞ്ഞു, മോളെ, ഈശോ വഴി കാണിച്ചു തരും, നീ ധ്യാനം നന്നായിട്ട് പറ്റുന്നവരെ കൂടിക്ക്, പറ്റുന്നവരെ നടത്തുക. അങ്ങനെ പറഞ്ഞു. കുമ്പസാരം കഴിഞ്ഞുള്ള ദിവസം രാത്രിയിൽ അവർ കിടക്കുന്നിടത്ത് ചെന്നപ്പോൾ ആ രാത്രിയിൽ ഈ കൊച്ചു ഇതുപോലെ കാറാൻ തുടങ്ങി. അല്ലാത്ത കാർച്ചയാണ്. പക്ഷെ അതുവരെ കിട്ടിയ വചനബോധ്യം എല്ലാം വെച്ച്, പ്രാർത്ഥനയെപ്പറ്റി കിട്ടിയ വെളിച്ചം വെച്ചും കുമ്പസാരിച്ച് കിട്ടിയ പ്രാർത്ഥന തുറവി വെച്ചും ഇവർ ചിന്തിച്ചു, മടുക്കുകയല്ല, പ്രാർത്ഥിക്കാം. പാതിര കഴിഞ്ഞു, പ്രാർത്ഥിക്കാം. ഇവർ 2 പേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാൾ വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലുകയാണ്. അതിൻ്റെ കരുത്തിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. മറ്റേയാൾ സ്തുതിക്കാൻ തുടങ്ങി. ആ സമയത്ത് സ്തുതിപ്പിൻ്റെ കരുത്തിനെപ്പറ്റി ഞാൻ പങ്കുവച്ചിരുന്നു ധ്യാനത്തിന്. ഈ ബോധ്യം വെച്ച് കുമ്പസാരത്തിൽ കിട്ടി വിടുതലും വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പോരാട്ടം പോലെ. ഈ കൊച്ചു കിടന്ന് പോലെ കിടന്ന് കാർച്ചയാണ്. ഇവർ ഒരാൾ വിശ്വാസപ്രമാണം ഉറക്കെ ആവർത്തിച്ച് ചൊല്ലി മറ്റേ സ്തുതിച്ചുകൊണ്ട്, പിന്നെ മറ്റേ വിശ്വാസം ചെല്ലുമ്പോൾ ഇങ്ങായിട്ട് സ്തുതിക്കും. അങ്ങനെ 2 മണിക്കൂറോളം ഇവർ പാതിര കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കൊച്ചു നിർത്താതെ കിടന്ന് കാറുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവർ പിന്നെ വന്ന് പറയുകയാണ്, എൻ്റെ അച്ഛാ, ഈ കൊച്ചങ്ങ് ഉറങ്ങി. അതിനുശേഷം ആ രാത്രി സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം പള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് ഈ കാർച്ചയില്ല. അകത്തിരുന്ന് ടോക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഇരിക്കുന്നു. ശകലം കാറിച്ച പിള്ളേർ കരതൊഴിച്ച് കറി, അതല്ലാതെ വേറെ ചാട്ടി കരച്ചിലില്ല. ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്തെ എൻ്റെ മുറി വന്നപ്പം ഞാൻ കൊച്ചിനെ കൈ നീട്ടി ഓടി വന്നു. എന്നെ മടിയിൽ കയറിയിരിക്കുക കുഞ്ഞു കൊച്ച്, നല്ല പുഞ്ചിരിയോടെ. അത് കണ്ട് കണ്ണ് നിറഞ്ഞ അമ്മ പറയും, എൻ്റെ അച്ഛാ, ആദ്യമായിട്ട് ഇവിടെ ആരുടെങ്കിലും മടിയിൽ കയറിയിരിക്കുന്നത്. ഇവിടെ പുഞ്ചിരിയോടെ ഇരുന്ന് ഞാൻ കൊടുത്ത മിഠായി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ള് സന്തോഷം കൊണ്ട് നന്ദി കൊണ്ട് കുതിർന്നു. ആ കൊച്ചിന് സൗഖ്യം കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആ അപ്പനും അമ്മയും പഠിച്ചു എങ്ങനെയാണ് കുഞ്ഞിന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ നിലകൊള്ളേണ്ടതെന്ന്. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടി അത്ര സന്തോഷം എനിക്ക് വരികയില്ലായിരുന്നു. കാരണം പിന്നെ വേണമെങ്കിൽ ബന്ധനം വരാം. ഈ അപ്പനും അമ്മയും പഠിച്ചു എങ്ങനെ കുഞ്ഞിന് വിടുതൽ കൊടുക്കണമെന്ന്. അതിന് കരുത്ത് അവരെടുത്തു. അവർ പടപൊരുതിയിട്ടാണ് കുഞ്ഞിന് വിടുതൽ കിട്ടിയത്. ആ കുഞ്ഞിനെ കൊണ്ട് സന്തോഷത്തിന് പോവുകയാണ്. ആ കുഞ്ഞ് ഭാഗ്യപ്പെട്ട കുഞ്ഞാണ്. ദൈവരഹസ്യങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ച അപ്പൻ്റെ അമ്മയുടെയും കുഞ്ഞ്. സ്നേഹമുള്ളവരെ, നമ്മൾ ബൈബിളിൽ 2 കുഞ്ഞുങ്ങളെ കണ്ടു. ഒരു കുഞ്ഞിനെ നമ്മുടെ ആനുകാലികമായിട്ട് നമ്മൾ കണ്ടു. അവിടെ മാതാപിതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വരാം. കർത്താവായ ഈശോയെ, കാനാൻകാരി സ്ത്രീയെ അങ്ങ് ക്രൂരമായി അവഗണിച്ചെന്ന പോലെ പെരുമാറുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതുവഴി അവളുടെ ആഴമുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്താനാണല്ലോ അങ്ങ് ആഗ്രഹിച്ചത്.
അത് ഞങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥം കേട്ടാനും ഈശോയെ നന്ദി. അതിലൂടെ ഞങ്ങൾ പഠിക്കുന്നു ആ പെൺകുഞ്ഞ് ആ അമ്മയെ ലഭിച്ചത് വഴി എത്രയോ ഒരു ഭാഗ്യമുള്ളവളായി മാറി. മോനെ കൊണ്ട് വരുന്ന അപ്പനെ ഞങ്ങൾ ശ്രദ്ധിച്ച് ഈശോയെ, ആ അപ്പൻ്റെ വിശ്വാസം അങ്ങയുടെ കുറവ് പരിഹരിച്ച് വളർന്നു വരാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണേ. മോന് വേണ്ടിയാണത് ഈശോയെ. ഞങ്ങൾക്ക് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചുമതല ഉള്ളവർക്ക് വേണ്ടി ഇതുപോലെ അങ്ങയുടെ മക്കൾ നിലകൊള്ളാൻ, ഞങ്ങളെ തന്നെ വിശ്വാസത്തിൽ വളർത്താൻ, എളിമപ്പെടുത്താൻ, പ്രാർത്ഥന ആഴപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആ കുടുംബത്തിൻ്റെ അനുഭവം ഞങ്ങൾ കാണുന്ന ഈശോയെ, സ്വന്തം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നേടിയെടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കരുത്ത് ആർജിച്ച ആ ദമ്പതികൾ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു. ഈ വചനബോധ്യം കർത്താവെ കൃപയാക്കി ഞങ്ങളിലേക്ക് നൽകണമേ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗമൺ മൗണ്ടൻ എബോ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും നിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഈശോയെ കരമുയർത്തി ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ച് അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ചായിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈശോയെ അങ്ങയുടെ കൃപാവര വർഷം ഈ സമയം സമൃദ്ധമായിട്ട് നൽകപ്പെടട്ടെ, ചൊരിയപ്പെടട്ടെ. ഈ മക്കൾക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, നിയോഗ മേഖലകൾ, അവരേക്കെല്ലാം കർത്താവെ അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഇറക്കിയെടുക്കുവാനുള്ള വലിയ അഭിഷേകം, ദൈവരാജ്യത്തിൻ്റെ പോരാളിയാകുവാനുള്ള അഭിഷേകം ഇവർക്ക് ഓരോരുത്തർക്കും കർത്താവെ തെളിച്ചു കൊടുക്കണമേ, പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.